പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പൂപ്പലിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പൂപ്പലി കൂടുതൽ പറയണ്ടല്ലോ, റീൽസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും. അപ്പോൾ നമ്മുടെ അമ്പലവയലിലാണ് ഈ പൂപ്പലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനുവരി 1 തൊട്ട് 15 വരെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ 13 ആയിട്ടുണ്ട് ഡേറ്റ് കറക്റ്റ്. അപ്പോൾ തീരാനായപ്പോഴാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും പൂപ്പലിക്ക് പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെ പുതിയ എന്താ പറയുക ഫ്ലവേഴ്സൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എത്ര വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും എടുക്കാൻ പറ്റുന്നത് ഞാൻ ക്യാപ്ചർ എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂപ്പൊലീൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇക്കൊല്ലവും അതിമനോഹരമായിട്ട് തന്നെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു പുഷ്പമേള എന്ന് പറയുമ്പോൾ പൂക്കൾ എന്തായാലും മസ്റ്റാണല്ലോ. അപ്പോൾ അത് പൂക്കൾ കൊണ്ട് എന്തൊക്കെ വെറൈറ്റി ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും എന്തൊക്കെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അവർ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടാണ് തോന്നുന്നു ഓരോന്നും നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. പൂവ് മാത്രമല്ല, അതിന് പുറമെ അവരുണ്ടാക്കുന്ന സ്റ്റാച്യൂസ് ആണെങ്കിൽ അത് മാന്, ഓരോ മൃഗങ്ങളെ തന്നെ അവരുണ്ടാക്കി വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം കൗതുകമായിട്ട് കരടി, പിന്നെ കാട്ടി, അങ്ങനെ കുറേ ഐറ്റംസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കരടി, മാനുകൾ, പിന്നെ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു പാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചിലപ്പോൾ പൂപ്പൊലീനെ പറ്റി കേൾക്കാത്തവരുണ്ടായിരിക്കും, പൂപ്പൊലീനെ പറ്റി അറിയാത്തവരും ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കേട്ടവരും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ ഈ അറിയാത്ത കുറച്ച് പേർക്കായിട്ട് ഞാൻ കുറച്ച് പൂപ്പൊലീനെ പറ്റി അറിയാവുന്നത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെപ്പറ്റി കുറച്ച് കാര്യമായിട്ട് എന്തോ അറിയുന്നവളായിരിക്കും ഞാൻ എന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഞാനും ഗൂഗിൾ ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ പൂപ്പൊലി കാണാൻ വരുന്നവരാരും ഈ പൂപ്പൊലി എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പൂപ്പൊലീനെ പറ്റി കുറച്ച് പറഞ്ഞുതരാം കേട്ടോ. ആർക്കെങ്കിലും അങ്ങ് ഉപകാരപ്പെട്ടാലോ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ നമ്മുടെ പൂപ്പൊലി എന്നത് കേരള കാർഷിക സർവകലാശാലയുടെ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം 6 സംഘടിപ്പിക്കുന്ന വാർഷിക അന്താരാഷ്ട്ര പുഷ്പഫല പ്രദർശനമാണ്. ഇത് ആരംഭിച്ചത് 2014 ഈ മേളയിൽ പൂക്കളുടെ വിസ്മയം, കാർഷിക പ്രദർശനം, സാഹസിക വിനോദങ്ങൾ, തദ്ദേശീയ വിഭവങ്ങൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ആകർഷണം തന്നെയാണ് കേട്ടോ. നമ്മുടെ വയനാടിൻ്റെ. വർഷം തോറും ന്യൂ ഇയർ സമയത്ത് സംഘടിപ്പിക്കപ്പെടുന്നതാണിത്. ഏകദേശം ജനുവരി 1 തൊട്ട് ഒരു 15 ദിവസം. നമ്മുടെ പൂപ്പൊലിയുടെ ആകർഷണീയത എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയാൻ പുഷ്പ പ്രദർശനവും കാർഷിക പ്രദർശനവും വിനോദവും ഭക്ഷണ സ്റ്റാളുകളും ഒക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കൊല്ലം ഇച്ചിരി കൂടുതൽ തിരക്കുണ്ട് എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഭയങ്കര തിരക്കായിട്ട്. അപ്പോൾ അവിടുന്ന് അനൗൺസ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളെ ശ്രദ്ധിക്കുക, നമ്മൾ ടോർണമെൻറ്റ്സ് ഗോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുട്ടികളെ മെയിനായിട്ട് ശ്രദ്ധിക്കുക, കാരണം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാടെ ഇരിക്കുന്നുള്ള രീതിയിൽ ഭയങ്കര അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ പൂപ്പൽ ഇപ്രാവശ്യം ജഗ്ഗ പുകയായിരുന്നു കേട്ടോ. ആ തിരക്കിൻ്റെ ഇടയിലും നല്ല ഫോട്ടോഷൂട്ടും എല്ലാവരും ഫോട്ടോ എടുപ്പൊക്കെ ഭയങ്കര കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് ലേശം ചടപ്പുള്ളത് കൊണ്ട് ഞാൻ ഫോട്ടോ സെക്ഷനിലൊന്നും നിന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കുവിനെ കുറച്ച് നേരം റൈറ്റിലൊക്കെ കയറ്റി. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവന് ഭയങ്കര എന്താ പറയുക, ഇത് ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതിലെങ്കിലും ഒന്നിൽ കയറ്റണം എന്നല്ല, എന്തായാലും വാശി പിടിക്കും, എന്തെങ്കിലും കയറേണ്ടി വരും എന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇതിൽ അവനെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ അതിൽ കിടന്നും ഇരുന്നൊക്കെ ഉണ്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ലൈവായിട്ട് വെള്ളച്ചാട്ടമൊക്കെ. പിന്നെ അതിൻ്റെ പുറമെ അവിടെ ഒരു ട്രൈബ് ലേഡീൻ്റെ ഒരു സ്റ്റാച്ചു, ഒരു ഫിഗർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ അമ്മുമ്മേനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഈ പൂപ്പൊലി എന്ന് പറഞ്ഞ സംഭവം കാണുന്നത്. കാരണം ചുരമലയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആണല്ലോ. പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല എന്നല്ല, അമ്മുമ്മ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മുമ്മയ്ക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാണാനൊക്കെ. അപ്പോൾ നമ്മൾ കുറേ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് തന്നെ കുറച്ച് പഞ്ഞിമുട്ടായൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പോപ്കോണും പഞ്ഞിമുട്ടായൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ പഞ്ഞിമുട്ടായി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലുത് കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒരു 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വാങ്ങുന്ന ആ ഒരു പഞ്ഞിമുട്ടായാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയ്ക്ക് വലിയൊരു പഞ്ഞിമുട്ടായി നമ്മൾ ആദ്യമായിട്ടാണോ കഴിക്കുന്നത്. അപ്പോൾ ചിക്കുവിനും അത് കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അത്ര വലുത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്തിനേക്കാൾ വലുതായിരുന്നു പഞ്ഞിമുട്ടായി. സത്യം പറഞ്ഞാൽ 50 രൂപയ്ക്ക് വർത്തായിട്ടൊരു സംഭവം തന്നെയായിരുന്നേ.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ എൻട്രി സ്റ്റാളുകളിലോട്ടാണല്ലോ. അപ്പോൾ സ്റ്റാളുകളുടെ കാര്യം പറയണ്ടല്ലോ, തിക്കും തിരക്കും കാരണം നമ്മൾ ഇതിലൂടെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആൾക്കാർ നമ്മൾ പറത്തി കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എൻ്റെ കണ്ണുടക്കിയത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ എണ്ണമൊക്കെ കൈക്കലാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മത്സ്യകന്യക നമുക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചിക്കു പ്രത്യേകിച്ച്, ചിക്കുവിന് അത് ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ ചിക്കു ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം പൂപ്പൊലിയിൽ റിമി ടോമി ഗസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയെന്ന് പറഞ്ഞാൽ കണ്ണൂർ ഷെരീഫാണ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അമ്മൂമ്മയ്ക്ക് ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ദിവസവും വൈകുന്നേരം വരുന്ന TV-യിൽ കാണുന്ന ഒരു മനുഷ്യനെ നേരിട്ട് കണ്ടപ്പോൾ ദൂരത്തുനിന്ന് കണ്ടായാലും പുള്ളിക്കാരി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയായിരുന്നു ഇന്ന് ഒന്നാമത് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ട് നല്ല ഒട്ടും തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് തിരക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പിന്നെ പറയണ്ടല്ലോ. പിന്നെ കുറേ കോഴീൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഏത് നിങ്ങൾ ഉദ്ദേശിച്ച കോഴിയല്ല കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ പൂപ്പൊലി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടില്ലേ.